ചമ്പക്കുളം മൂലം ജലോത്സവത്തോടെ ആരംഭിക്കുന്ന നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള ജലമേളകൾക്ക് കൂടുതൽ സർക്കാർ സഹായം അനുവദിക്കണമെന്ന് തോമസ് കെ തോമസ് MLA. ഇതിനായി കേന്ദ്രത്തിന്റെ സഹായം ലഭ്യമാക്കണമെന്നും നിയമസഭയിൽ ചർച്ചാവേളയിൽ MLA ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകുന്ന പ്രധാന ഘടകമാണ് ജലോത്സവങ്ങളെന്നും ഇതിന് കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. പുളികുന്ന താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം, സമഗ്ര കുട്ടനാട് കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ കുട്ടനാട്ടിൽ വിവിധങ്ങളായ പദ്ധതികൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടു. കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, കുട്ടനാട് സമഗ്ര കുടിവെള്ള പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, NCC ട്രെയിനിങ് സെൻറ്ററിൻ്റെ കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പുളുങ്കുന്ന് താലൂക്ക് ആശുപത്രി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഈ വള്ളംകളി ഏറ്റവും വലിയ, കാരണം നെഹ്റു ട്രോഫി ആയാലും മൂലം വള്ളംകളി ആയാലും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഞങ്ങളുടെ ജലോത്സവമാണ്. ഇതിനൊക്കെ സമ്പത്ത് ആവശ്യമാണ്. ഇന്നവിടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് ഇതിനൊക്കെ മുന്നോട്ട് പോകാനായിട്ട് പ്രയാസമായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ കേന്ദ്രത്തിൽ നിന്ന് വരേണ്ടതാണ്, കേന്ദ്ര ഫണ്ട് വരേണ്ടതാണ്. ഇതൊന്നും തരാതെ ഈ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ ക്രമപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിനെയൊക്കെ സഹായിക്കേണ്ട ചുമതല UDF-കാരെ നിങ്ങൾക്കുള്ളതാണ്. കിടങ്ങറ KC പാലം ബസാർ റോഡ് കൽക്കട്ടിടിഞ്ഞ് അപകടാവസ്ഥയിൽ. റോഡിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അധികൃതർ പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. AC റോഡിൽ ഏതെങ്കിലും തരത്തിൽ ബ്ലോക്ക് ഉണ്ടായാൽ യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു റോഡാണിത്. വെള്ളപ്പൊക്കം പോലുള്ള സാഹചര്യത്തിൽ ബോട്ടിൽ കയറി സഞ്ചരിക്കേണ്ടവർക്ക് ഏക ആശ്രയവും ഈ റോഡ് തന്നെ. ഈ റോഡിൻ്റെ തകർച്ചയ്ക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ സമരങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും താലൂക്ക് സഭയിൽ ഈ വിഷയം പലതവണ ഉന്നയിച്ചിട്ടുണ്ടെന്നും എന്നാൽ അധികാരികൾ യാതൊന്നും ചെയ്യുന്നില്ലെന്നും വെളിയനാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കേരള കോൺഗ്രസ് നേതാവുമായ സാബു തോട്ടുങ്കൽ KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. നമ്മുടെ കിടങ്ങറ KC പാലം ബസാർ റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട, കിടങ്ങറ 9-ാം വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. നമുക്കറിയാം, കിടങ്ങറയിലെ AC റോഡിൽ ഒരു ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പോകാനുള്ള ഏറ്റവും എളുപ്പം ഒരു മാർഗമാണ് ഈ റോഡ്. കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ റോഡിൻ്റെ ബൈറോഡ് KC പാലത്തിന് താഴ്വശം ഇടിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ സമരങ്ങൾ ഇവിടെ നമ്മൾ നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1 വർഷക്കാലമായി കുട്ടനാട് താലൂക്ക് സഭയിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ താലൂക്ക് സഭയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ മുമ്പിരുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ CPM-ൻ്റെ നേതാവ് ഉൾപ്പെടെ ഈ പ്രശ്നം അവിടെ ഉന്നയിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ MLA-ക്ക് ഈ വിഷയം അറിയാവുന്ന കാര്യം. ഇവിടുത്തെ ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കം, ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഈ താലൂക്ക് സഭയിൽ വന്നിരിക്കുന്നവരാണ്. അതൊക്കെ പറഞ്ഞിട്ട് പോലും ഇത് നോക്കുവാനോ ഇത് ചെയ്യുവാനുള്ള നടപടി ഈ ഭരണകർത്താക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നുള്ള വളരെ വേദനാജനകമായ കാര്യമാണ്. അധികാരികൾ ഈ റോഡിന്റെ പ്രാധാന്യവും അതിന്റെ തകർച്ചയും മനസ്സിലാക്കി പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും സാബു തോട്ടുങ്കൽ പറഞ്ഞു. റോഡിന്റെ തകർച്ച നേരത്തെ തന്നെ ആരംഭിച്ചെങ്കിലും ഇപ്പോൾ അത് അപകട സാധ്യതയിലേക്ക് മാറിയിരിക്കുകയാണ്. റോഡിന്റെ ഒരു ഭാഗത്തെ കൽക്കെട്ട് പൂർണ്ണമായും വെള്ളത്തിലേക്ക് അടർന്ന് ഒഴുകി മാറി. ഇപ്പോൾ അവിടെ കൽക്കെട്ടിന് മുകളിലുണ്ടായിരുന്ന സിമന്റ് വാർപ്പ് മാത്രമാണുള്ളത്. അതിന്റെ മീതെ കൂടിയുള്ള കാൽനട യാത്ര പോലും അപകട ഭീഷണി ഉയർത്തുകയാണെന്ന് കോൺഗ്രസ് നേതാവ് G. സൂരജ് ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം, 2018 പ്രളയത്തിലും 2019 വെള്ളപ്പൊക്കത്തിലും ആളുകൾ AC റോഡ് ബ്ലോക്ക് ആയപ്പോൾ ആളുകൾ ചങ്ങനാശ്ശേരിയിലേക്ക് രക്ഷപ്പെടുവാൻ ഉപയോഗിച്ച ബോട്ട് മാർഗം രക്ഷപ്പെടുവാൻ ഉപയോഗിച്ച പാതയാണത്. ഇന്നത് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. സംസ്ഥാന ഇറിഗേഷൻ വകുപ്പ് 2 വർഷത്തിന് മുമ്പ് ഇത് ചെറിയ തോതിൽ പണി നടത്തിയെങ്കിലും ഇപ്പോൾ അതിൻ്റെ അടിഭാഗത്തെ കല്ലിളകിപ്പോയി പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഈ വർഷം കുട്ടനാട്ടിൽ ഒരു പ്രളയത്തിൻ്റെ സാഹചര്യമുണ്ടായാൽ, AC റോഡിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ ഇവിടെ നിന്നും ആളുകൾക്ക് രക്ഷപ്പെടുവാൻ മറ്റൊരു മാർഗവുമില്ല. ബോട്ട് കയറി പോകേണ്ട റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ ഇത് അടിയന്തരമായി പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. റോഡിന്റെ അപകടസ്ഥിതി സൂചിപ്പിച്ച് വെളിയനാട് പഞ്ചായത്ത് അധികൃതർ ഗതാഗതം നിരോധിച്ച് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അത് മാത്രം പോരെന്നും എത്രയും വേഗം ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും G. സൂരജ് ആവശ്യപ്പെട്ടു. കോട്ടയം ജില്ലയിലെ എല്ലാ സ്കൂളുകളും പുകയില രഹിതമാക്കാനുള്ള ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി. പുകയില നിയന്ത്രണ പരിപാടിയുടെ ജില്ലാതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിൽ പുകയില അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ചിട്ടുണ്ട്. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസിന് കളക്ടർ നിർദ്ദേശം നൽകി. പോലീസ്, എക്സൈസ് എന്നീ വിഭാഗങ്ങൾ പരിശോധന ശക്തമാക്കും. പുകയില രഹിതമാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൂൺ 30-നകം സ്കൂളുകളിൽ നിന്ന് വിവരശേഖരണം നടത്തും.
ഇതനുസരിച്ച് സ്കൂളുകളിൽ പുകയില വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തും. പുകയില വിരുദ്ധ ബോധവൽക്കരണ പ്രചാരണ ബോർഡുകളടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കും. ജില്ലാതലത്തിൽ നിയോഗിക്കുന്ന പ്രത്യേക സംഘം സ്കൂളുകളുടെ പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. തുടർന്ന് പുകയില രഹിത സ്കൂളായി പ്രഖ്യാപിച്ച് സർട്ടിഫിക്കറ്റ് നൽകും. എല്ലാ സ്കൂളുകളിലും ആരോഗ്യ പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പിന് കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ പി.എൻ. വിദ്യാധരൻ, ഡോക്ടർ ജെസ്സി ജോയി സെബാസ്റ്റ്യൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ. അരുൺകുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ആലപ്പുഴ നീർക്കുന്നം ജംഗ്ഷൻ വടക്കുഭാഗം ദേശീയപാതയുടെ പടിഞ്ഞാറ് വശത്തായി പൈപ്പ് ലൈൻ പൊട്ടി. ദിവസങ്ങൾക്ക് മുമ്പ് തകരാറ് പരിഹരിച്ച പൈപ്പ് ലൈനാണ് വീണ്ടും പൊട്ടിയത്. കുടിവെള്ള വിതരണം പിന്നെയും മുടങ്ങാൻ സാധ്യത. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് ഇവിടെ ആഴ്ചകൾക്ക് മുൻപ് പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം വൻതോതിൽ പാഴായത്. തുടർന്ന് പലയിടത്തും കുടിവെള്ള വിതരണവും മുടങ്ങി. ഇതിനുശേഷം 2 ദിവസം മുൻപാണ് ഇവിടെ തകരാറ് പരിഹരിച്ചത്. ഈ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് വീണ്ടും പൈപ്പ് പൊട്ടിയത്. ഇതോടെ വീണ്ടും കുടിവെള്ള വിതരണം മുടങ്ങാനാണ് സാധ്യത. മഴ പെയ്തു കഴിഞ്ഞാൽ കാലവർഷ സമയത്ത് ഈ പ്രദേശങ്ങളിലുള്ള വെള്ളമെല്ലാം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉൾപ്പെടെ വെള്ളമെല്ലാം ഒഴുകിപ്പോകുന്ന ഒരു കലിങ്കാണ് ഈ കലിങ്ക്. ഈ കലിങ്കിലേക്ക് വെള്ളമെല്ലാം കൂടെ വന്ന് നിറഞ്ഞ് ഈ കലിങ്ക് അടഞ്ഞതിന് ശേഷം ഇത് തുറന്ന് ഈ വെള്ളം വിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ JCB കൊണ്ട് ഈ പൈപ്പ് ഇവിടെ പൊളിച്ചത്. ഈ പൊളിച്ച് ഏതാണ്ട് 4 ആഴ്ചയായി ഇത് ഈ പ്രദേശങ്ങളിലാകെ വെള്ളമില്ലാത്ത കുടിവെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇത് പോയി. അവർ വന്നത് പരിഹരിച്ച് കഴിഞ്ഞതിന് ശേഷം അത് താൽക്കാലികമായി അത് പരിഹരിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ പോകുന്നതിന് മുൻപ് തന്നെ ഈ 2 സ്ഥലത്ത് വീണ്ടും ഈ പൈപ്പ് പൊട്ടി വീണ്ടും ഈ പഴയ ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു തരത്തിലാണ് ഇവിടെ കിടക്കുന്നത്. ഇതുവരെയായിട്ടും ഇത് ഒന്ന് പരിഹരിക്കാനോ ഈ പൊട്ടിയ പൈപ്പൊന്ന് മാറ്റി സ്ഥാപിക്കാനോ ഇതുവരെയായിട്ടും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരായ ഒരു നടപടി, ഈ കുടിവെള്ളം ഇങ്ങനെ പാഴായി പോകുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് തലത്തിലും അതുപോലെ പഞ്ചായത്ത് തലത്തിലും എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ പലയിടത്തും ഇതേ രീതിയിൽ പൈപ്പ് ലൈനുകൾ പൊട്ടിയിട്ടും സമയബന്ധിതമായി തകരാറ് പരിഹരിക്കാത്തതിനാൽ കുടിവെള്ളം ലഭിക്കാതെ ജനം വലയുകയാണ്. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. അടിയന്തരമായി ശുദ്ധജലം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പൗരസമിതിയുടെ നേതൃത്വത്തിൽ കിടങ്ങറ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഒമ്പതാം വാർഡിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക. വെളിയനാട് പഞ്ചായത്ത് 9ാം വാർഡിൽ ആയുർവേദ ആശുപത്രി മുതൽ മദനപ്പള്ളി പാലം വരെയുള്ള പ്രദേശത്തെ 100 കണക്കിന് കുടുംബങ്ങളാണ് മാസങ്ങളായി ശുദ്ധജലം കിട്ടാതെ ദുരിതം അനുഭവിക്കുന്നത്. കിടങ്ങറ വാട്ടർ അതോറിറ്റി ഓഫീസിൽ നിത്യേനയെന്നോണം പരാതിയുമായി കയറിയിറങ്ങുകയാണ് നാട്ടുകാർ. പ്രധാന ലൈനുകളിൽ അടിക്കടി വരുന്ന തകരാറാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നതിന് കാരണം. ദൂരസ്ഥലങ്ങളിൽ വാഹനങ്ങളിൽ പോയി വെള്ളം കൊണ്ടുവന്നും ജലം വില കൊടുത്ത് വാങ്ങിയുമൊക്കെയാണ് ജനങ്ങൾ തങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നത്. ഗാർഹിക കണക്ഷൻ ലഭിച്ചവരാകട്ടെ കിട്ടാത്ത ജലത്തിനു പോലും കരമടച്ചുകൊണ്ടിരിക്കുകയാണെന്നും പരാതിയുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്തമില്ലായ്മ പ്രതിസന്ധി രൂക്ഷമാക്കുന്നതായി വാർഡ് മെമ്പർ സിന്ധു സൂരജ് പറയുന്നു. വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ഡിസ്പെൻസറി 9ാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോലും കുടിവെള്ളം എത്തുന്നില്ല. ജലജീവൻ മിഷൻ്റെ പദ്ധതി പ്രകാരം 2021 നമ്മൾ 26 പേർക്കോളം ഗാർഹിക കണക്ഷൻ ലഭിച്ചു. അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് ജലനിധി പ്രകാരം 10-22 പേർക്ക്, അങ്ങനെ 10-53 കണക്ഷനോളം നമ്മൾ കൊടുത്ത് അവരുടെ കുടിവെള്ളത്തിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചെങ്കിലും ഇന്നും അവർ ആ ഗാർഹിക കണക്ഷനിൽ വെള്ളം കിട്ടാതെയും മാസം തോറും കുടിവെള്ളത്തിനുള്ള കരം ബില്ല് അവിടെ വാട്ടർ അതോറിറ്റിക്കാർ മുടങ്ങാതെ കൊണ്ടില്ലേയും ഒരിറ്റ് വെള്ളം കൊടുക്കാതെ ബില്ലുകൾ അടയ്ക്കാൻ പറയുമ്പോൾ അവർ വാട്ടർ അതോറിറ്റി വന്ന് പരാതി പറഞ്ഞപ്പം അങ്ങനെയാണെങ്കിൽ ആ കണക്ഷൻ നിങ്ങൾ അങ്ങ് ഡിസ്കണക്ട് ചെയ്തേര്, നിങ്ങൾ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളത് ഉപയോഗിക്കുന്നത്, നിങ്ങളത് വേണ്ടെന്ന് വെക്ക്. ഇതൊക്കെയാണ് അവരെ ഇപ്പം ചൊടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ വാട്ടർ അതോറിറ്റി ഇങ്ങനെയുള്ള അപേക്ഷകൾ ഗാർഹിക കണക്ഷൻ കൊടുക്കുമ്പോൾ അവർക്ക് കുടിവെള്ളം കൊടുക്കാൻ മാർഗ്ഗമില്ലെങ്കിൽ എന്തിനാണ് അവർക്ക് അന്ന് കണക്ഷൻ കൊടുത്തതെന്നാണ് എൻ്റെ ചോദ്യം. വാർഡിൽ പുതിയ ലൈനുകൾ സ്ഥാപിക്കുന്നതിനായി 2022 മാർച്ച് മാസം ജില്ലാ പഞ്ചായത്തിന് അപേക്ഷ നൽകിയിരുന്നു. 2 പ്രൊജക്ടുകൾ ഉടൻ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ.
എന്നാൽ നാളിതുവരെയായിട്ടും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാതെ വന്നതോടെയാണ് ജനകീയ പൗരസമിതിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പ്രതിഷേധം ശക്തമായതോടെ കുടിവെള്ള പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. കിഴക്കേക്കരയിലൂടെയുള്ള ലൈനിൽ നിന്നും താൽക്കാലിക ലൈൻ വലിച്ച് പ്രദേശത്ത് കുടിവെള്ളം ലഭ്യമാക്കുമെന്ന് അറിയിച്ചതോടെയാണ് പ്രതിഷേധ സമരം അവസാനിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം സിന്ധു സൂരജ്, PM പ്രേംജി, സണ്ണി ജോസഫ്, സോജൻ K തോമസ് എന്നിവർ സമരപരിപാടിക്ക് നേതൃത്വം നൽകി. ചങ്ങനാശ്ശേരി നഗരമധ്യത്തിലെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണമാലകളുമായി കടന്നുകളഞ്ഞ മോഷ്ടാവിനായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. ചങ്ങനാശ്ശേരി സെൻട്രൽ ജംഗ്ഷനിലെ ഗുരുവരം ജ്വല്ലറിയിൽ നിന്നുമാണ് ഓരോ പവൻ വീതമുള്ള 2 മാലകൾ മോഷണം പോയത്. ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. മാല വാങ്ങാൻ എന്ന വ്യാജേന കടയിലെത്തിയ ആൾ മാല കയ്യിലെടുത്ത ശേഷം മറ്റു മാലകളും നോക്കാൻ എന്ന രീതിയിൽ എഴുന്നേറ്റ് ഡോർ തുറന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു. ഇയാൾ മാസ്കും ധരിച്ചിരുന്നു. ഈ സമയത്ത് ജ്വല്ലറിയിൽ ഒരു ജോലിക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം കള്ളന്റെ പിന്നാലെ ഓടിയെങ്കിലും പിടികൂടാനായില്ല. KSRTC ബസ്സിൽ കയറി കടന്നു കളഞ്ഞു എന്നാണ് അനുമാനം. ആ ജോലിക്കാരൻ തന്നെ പറയട്ടെ. ഇന്നലെ ഒരു 4 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് 4:15 ആയപ്പോഴത്തേക്ക് മുഖംമൂടി വെച്ചു, അതായത് മാസ്ക് വെച്ച് ഒരാൾ നേരെ സ്വർണ്ണം എടുക്കാൻ വേണ്ടി വന്നു. അപ്പം 1 പവൻ്റെ പിള്ളേർക്കുള്ള മാലയാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. 1 പവൻ്റെ 2 ബോർഡ് എടുത്ത് വെച്ച് കാണിച്ചു. അതിനകത്തുനിന്ന് 2 എണ്ണം ആൾ സെലക്ട് ചെയ്തിട്ട് ബാക്കി മാറ്റി കണ്ണാടിയിലേക്ക് വെച്ച് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് പുള്ളി തിരിച്ചു വന്ന് ബോർഡ് വേറെ 2 മാലോടെന്ന് കാണിക്കുക എന്നും പറഞ്ഞ് ആ ബോർഡിൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ അവിടം വരെ വന്നു വെച്ച് പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഓടുകയും. ഞാൻ ഉടനെ ഈ ഡോർ തുറന്ന് പുറത്തിറങ്ങി ഞാനും പുറകെ ഓടി ആ കവാലം ബസാറിൻ്റെ അവിടം വരെ അവൻ കള്ളനാണ് പിടിക്കുമെന്ന് പറഞ്ഞ് ഓടി. പക്ഷേ ആരും പിടിച്ചില്ല. പക്ഷെ അവൻ അവിടെ നിന്ന് അങ്ങോട്ട് ഓടുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ കട തുറന്നു കിടക്കുന്നതുകൊണ്ട് എനിക്ക് പിന്നെ ഫോളോ ചെയ്യാൻ പറ്റി. ഞാൻ പിന്നെ തിരിച്ചു വന്ന് വേറൊരാളെ അവിടെ നിർത്തിയിട്ടാണ് പിന്നെ അങ്ങോട്ട് ഇതിലേ ഓടി നമ്മുടെ KSRTC അങ്ങോട്ട് ഓടി. അവിടെ ചെന്ന് നോക്കി നേരം കാണുന്നില്ല, ആരെയും കാണുന്നില്ല. നേരപ്പോഴത്തേക്ക് ആ കവാലം ബസാറിൽ നിന്ന് 3-4 പേര് അവനെ പുറകെ ഓടുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ പിന്നെ ഉടനെ ഒരു ഓട്ടോ പിടിച്ച് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ പോയി നിന്നുകൊണ്ട് അടുത്ത് വരുന്ന 2 ബസ്സുകൾ കയറി സെർച്ച് ചെയ്തു. അതിനകത്തുണ്ടോ അതിനകത്തെ കണ്ടില്ല. ഏതായാലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പ്രതിയെ പിടികൂടാനുള്ള ഊർജിത ശ്രമത്തിലാണ് ചങ്ങനാശ്ശേരി പോലീസ്. ചങ്ങനാശ്ശേരി പെരുമ്പനച്ചി ജംഗ്ഷനിൽ പിക്കപ്പ് വാൻ സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് പാടത്തേക്ക് മറിഞ്ഞ് അപകടം. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. ഡ്രൈവറെ ഗുരുതരമായ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് വന്ന പിക്കപ്പ് വാൻ നടക്കപ്പാട് മുതൽ നിയന്ത്രണം വിട്ട നിലയിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അവിടെ പെട്രോൾ പമ്പിന് സമീപം വാൻ ഇലക്ട്രിക് പോസ്റ്റ് ഇടിക്കുകയും പോസ്റ്റ് പൂർണ്ണമായും തകരുകയും ചെയ്തു. പിന്നീട് പടിഞ്ഞാറോട്ടുള്ള യാത്രയിൽ വിവിധ വാഹനങ്ങളെ പിക്കപ്പ് വാൻ ഇടിച്ചതായി പറയപ്പെടുന്നു. പെരുമ്പനച്ചി ജംഗ്ഷനിലെത്തിയപ്പോൾ വണ്ടി സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് താഴെ പാടത്തേക്ക് തലകീഴായി മറിയുകയായിരുന്നു. വണ്ടിയിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയം പ്രദേശവാസികൾ ഓടിയെത്തി ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപകട വിവരം അറിഞ്ഞ് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഡ്രൈവറുടെ മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ 2 അവാർഡുകൾ നേടി കുട്ടനാടിൻ്റെ അഭിമാനമായി മാറിയ കുട്ടി കർഷകൻ അർജുൻ അശോകിനെ പ്രേക്ഷകർ മറന്നു കാണാൻ ഇടയില്ല. മുട്ടാർ മിത്രക്കരി സ്വദേശിയും 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അർജുൻ്റെ കൃഷിരീതികൾ ഇനി 7ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കും. അടിസ്ഥാന പാഠാവലിയിലെ 1ാം അധ്യായത്തിലാണ് അർജുൻ്റെ നേട്ടത്തെക്കുറിച്ചുള്ള പരാമർശം. 2022 സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള കർഷക പ്രതിഭാ പുരസ്കാരം, 2023 വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം. കളിയും ചിരിയും പഠനവും മാത്രമായി ഒതുങ്ങുന്ന സാധാരണ ബാല്യമല്ല മുട്ടാർ മിത്രക്കരി സ്വദേശി അർജുൻ അശോകിൻ്റേത്. നെൽകാർഷിക ഭൂമിയായ കുട്ടനാട്ടിൽ കരകൃഷി അസാധ്യമെന്ന് പറയുന്നവർ അർജുനെ പരിചയപ്പെട്ടാൽ ആ ധാരണയൊക്കെ മാറും. വെള്ളപ്പൊക്കം കൃഷിയെ ബാധിക്കാതിരിക്കാൻ പലകകൾ കൊണ്ട് തട്ടടിച്ച് അതിൽ ഗ്രോബാഗുകൾ ഒരുക്കിയാണ് അർജുൻ്റെ പച്ചക്കറി കൃഷി. ചീര, പയർ, തക്കാളി, വഴുതന, പച്ചമുളക്, ചേന, വെണ്ട, ചേമ്പ്, കാന്താരി, പടവലം, പാവൽ തുടങ്ങി ചെയ്യാത്ത കൃഷികളില്ല. കോഴി, ആട്, മുയലുകൾ എന്നിങ്ങനെ വരുമാനം ലഭിക്കുന്ന പദ്ധതികൾ വേറെയുമുണ്ട്. ഈ കുട്ടിക്കർഷകൻ്റെ കൃഷിരീതികളെക്കുറിച്ച് 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഈ വർഷം മുതൽ പഠിച്ചു തുടങ്ങുകയാണ്. പുതിയ പാഠപുസ്തകത്തിലെ കതിർചൂടും നാടിൻ പെരുമകൾ എന്ന പാഠഭാഗത്തിലൂടെ. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അർജുൻ അശോകാണ്.
സംസ്ഥാന സർക്കാരിൻ്റെ 2022 മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള അവാർഡും 2023 ഉജ്ജ്വല ബാല്യം പുരസ്കാരവും നേടി വാർത്തകളിൽ ഇടം പിടിച്ച ആളാണ് അർജുൻ. ഒരിക്കൽ കൂടി KCV ന്യൂസിനൊപ്പം ചേരുകയാണ്. അർജുനെ മോനെ, 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗത്ത് അർജുനെക്കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. വളരെ സന്തോഷം, എല്ലാ അഭിനന്ദനങ്ങളും. അർജുൻ, എന്താണ് ഈ ഒരു നേട്ടത്തെക്കുറിച്ച് പറയാനുള്ളത്? ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. അത് കാരണം ഇതുപോലെ ഒരു പാഠപുസ്തകത്തിൽ കുറച്ച് വർഷങ്ങൾ ഇത് പുസ്തകമുണ്ട്, അതിൽ ഇടം നേടിയതിൽ എനിക്ക് ആദ്യം തന്നെ സന്തോഷം. അതുപോലെ തന്നെ നമുക്ക് ഒരു 5-6 മാസം മുന്നേ ഒരു സാറ് വന്ന് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു കാര്യങ്ങളിലൊക്കെ പോയത്. അതുകൊണ്ട് വളരെയധികം സന്തോഷം. ഇപ്പം നമ്മുടെ ഇവിടുത്തെ നെൽകൃഷി വളരെ പിന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടുത്തെ കർഷകർ പൊതുവെ പറയുന്നത്. അതെ. അർജുൻ എന്താണ് അഭിപ്രായം കാർഷിക മേഖലയിൽ വന്നതിന് ശേഷം? അത് പറയുകയാണെങ്കിൽ നെല്ല് ഇന്ന് പുറകോട്ട് പോകുന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പം തമിഴ്നാട് പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറച്ചുകൊണ്ട് നമ്മുടെ കർഷകരെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ അവസ്ഥ പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നതാണ്. ഇപ്പം ഞാനും ഒരു കർഷകനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങൾ വിൽക്കുകയും ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓരോ ദിവസവും മറ്റ് സംസ്ഥാനങ്ങളിലെ വിഷമെന്ന് തന്നെ പറയാം, വിഷമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ തന്നെ ഉള്ള നമുക്ക് അതിനുള്ള സ്ഥലവും ഉണ്ട്, അതിനുള്ള സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഇത്തവണ പാടത്ത് വെള്ളം കയറ്റിയപ്പോൾ ഗ്രോ ബാഗുകൾ വെച്ചിരുന്ന തട്ടൊടിഞ്ഞു വീണ് കുറച്ചേറെ ചെടികൾ നശിച്ചു. അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിവാസം വേണ്ടി വന്നതിനാൽ ഏതാനും ആടുകളെയും മുയലുകളെയും വിൽക്കേണ്ടിയും വന്നു. മിത്രക്കരി സെൻറ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടി +1 പഠിക്കാൻ തയ്യാറെടുക്കുന്ന അർജുൻ വീണ്ടും തൻ്റെ കരകൃഷി ആരംഭിച്ചു കഴിഞ്ഞു. മാതാപിതാക്കളുടെ പ്രോത്സാഹനമുണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്ന് അർജുൻ പറയുന്നു. ഒരുപാട് കുട്ടികൾ ഇതിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ മാതാപിതാക്കൾ കാരണമാണ് അവർ പിന്നോട്ട് പോകുന്നത്. കാരണം ഇന്നത്തെ ഒരു സ്ഥിതിഗതികരിച്ച് കൃഷി കൊള്ളില്ല, കർഷകര് കൊള്ളില്ല എന്നുള്ള ഇതിലാണ് നമ്മൾ പോകുന്നത്. രാജ്യം എത്ര വളർന്നാലും കർഷകരാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ കാരണമാകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഇതോടെയാണ് ഞങ്ങളുടെ എൻ്റെയും എൻ്റെ കൂടെ തന്നെ അവാർഡ് കിട്ടിയ ഈസലിൻ്റെയും ഇത് പുസ്തകത്തിൽ വെച്ചത്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് അർജുൻ സ്ഥിരമായി കൃഷി ചെയ്തു തുടങ്ങിയത്. എന്നാൽ 3 വയസ്സുള്ളപ്പോൾ മുതൽ കൃഷിയോടുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നാണ് അമ്മ ശോഭ പറയുന്നത്. ബാലവാടി പോകാൻ തൊട്ടേ ഇങ്ങനെ ഓരോ കിഴങ്ങും സവോളയും എല്ലാം കുഴിച്ചിടുകയൊക്കെ ചെയ്യുമായിരുന്നു. ബാലവാടി പോയിട്ട് വന്നാൽ നമുക്ക് ഉള്ളി പാത്രത്തിൽ ഒന്നും കാണത്തില്ല. പിറ്റേ ദിവസമൊക്കെ നോക്കുമ്പോൾ കാണത്തില്ല. അപ്പോൾ ഞാനൊരു തെലി കൊണ്ടുപോയായിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ അമ്മ ഇതേ മുളക് വന്നപ്പോൾ കാണിക്കും. 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ. പക്ഷെ ഇത്രയും മുന്നോട്ട് പോകുന്ന നമുക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങളും അവന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അത് വേണം ഇത് വേണം പറഞ്ഞ് നമ്മുടെ അച്ഛൻ്റെ സാമ്പത്തിക ചെലവ് മേടിച്ച് കൊടുക്കും. അല്ല അവൻ തന്നെ ചില്ലി പൈസ എടുത്ത് ഒരു ചോദിച്ച് കണ്ണ് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മുട്ടാർ മിത്രക്കരി കിഴക്കേ തൈപ്പറമ്പിൽ അശോക് കുമാർ, ശോഭ അശോക് ദമ്പതികളുടെ ഇളയ മകനാണ് അർജുൻ. അഭി, അർച്ചന എന്നിവരാണ് സഹോദരങ്ങൾ. വീട്ടുകാർക്കൊപ്പം അധ്യാപകരും അയൽക്കാരും സുഹൃത്തുക്കളും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ കുട്ടി കർഷകന് പ്രോത്സാഹനം നൽകി ഒപ്പമുണ്ട്. അർജുൻ അശോക് എന്ന കുട്ടനാട്ടുകാരൻ പയ്യൻ കേരളത്തിനാകെ അഭിമാനമായി മാറുകയാണ്. ഒരു സാധാരണ ബാല്യത്തെ ഉജ്ജ്വല ബാല്യമാക്കി മാറ്റിയതാണ് അർജുൻ്റെ വിജയം. വിജയങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അർജുന് എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറാമാൻ സനോജ് ഷാജിക്കൊപ്പം VR വിനോദ്, KCV ന്യൂസ്. തങ്ങളുടെ വീടിനടുത്തുള്ള ജെട്ടിയിലേക്ക് ബോട്ട് അടുക്കുന്നതിൽ ആഹ്ലാദത്തിലാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കാവാലം പഞ്ചായത്ത് 1-ാം വാർഡിലെ വിവിധ കായൽ പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുട്ടികൾക്കാണ് ഈ സൗകര്യം കിട്ടിയത്. രാവിലെ ആലപ്പുഴയിൽ നിന്ന് കൃഷ്ണപുരത്തേക്കും വൈകുന്നേരം തിരിച്ചും ബോട്ട് സർവീസുണ്ട്. ഇത് കാവാലത്ത് തെക്കാറായിരം ജെട്ടിയിലെത്തിയതിനു ശേഷം മറ്റ് കായൽ ജെട്ടികളിലേക്ക് പോയിരുന്നില്ല. ഇതുമൂലം പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾ ഏറെ ദുരിതത്തിലായിരുന്നു. ബോട്ട് അടുക്കുന്ന ജെട്ടിയിലേക്ക് ഇവർ ചെറുവള്ളങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. അല്ലെങ്കിൽ സ്കൂളിലേക്ക് നടക്കുക തന്നെ. എന്നാൽ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഇടപെട്ടതോടെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബോട്ട് സർവീസ് രാജപുരം കായലിൻ്റെ വടക്കേച്ചിറ വരെ നീട്ടിയിരിക്കുന്നു.
ഇത് തെക്കാറായിരം, വടക്കാറായിരം, 24,000 തുടങ്ങിയ കായൽ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കുറച്ചൊക്കെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും. തോമസ് കെ തോമസ് MLA, ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രിയ ടീച്ചർ, കാവാലം പഞ്ചായത്ത് പ്രസിഡന്റ് PJ ജോഷി, CPIM കുന്നുമ്മ മുൻ ലോക്കൽ സെക്രട്ടറി D വിനോദ് തുടങ്ങിയവർ ഈ ആവശ്യം ഉന്നയിച്ച് ജലഗതാഗത വകുപ്പിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ദീപിക ബാലസഖ്യം ചങ്ങനാശ്ശേരി മേഖലയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി പായിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ബാലസഖ്യം മേഖല ഓർഗനൈസർ ജോഷി കൊല്ലാപുരം സ്കൂൾ പ്രിൻസിപ്പൽ MS സുലിനന് തൈകൾ കൈമാറി. ദീപിക ഫ്രണ്ട്സ് ക്ലബ്ബ് അതിരൂപത ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരുത്തി, പായിപ്പാട് ലൂർദ്മാതാ പള്ളി വികാരി ഫാദർ ജോർജ് നൂഴായിത്തടം എന്നിവർ ചേർന്ന് ദീപിക പത്രത്തിന്റെ കോപ്പി സ്കൂൾ പ്രിൻസിപ്പലിന് കൈമാറി. സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് കസേരകളും വിതരണം ചെയ്തു. ദീപിക ബാലസഖ്യം ചങ്ങനാശ്ശേരി മേഖല ഓർഗനൈസർ ജോഷി കൊല്ലാപുരം അധ്യക്ഷനായിരുന്നു. ദീപിക സംസ്ഥാന സമിതി സെക്രട്ടറി ആന്റണി തോമസ് മലയിൽ, ഉപദേശക സമിതി അംഗം ജോണിക്കുട്ടി സ്കറിയ, അതിരൂപത DFC വനിതാ സെക്രട്ടറി CC സെബാസ്റ്റ്യൻ, ഫൊറോന പ്രസിഡന്റ് സാലിമ ജോസഫ്, ഫൊറോന സെക്രട്ടറി തോമസ് കടന്തോട്, യൂണിറ്റ് പ്രസിഡന്റ് KT മാത്യു എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ ഏതാനും അറിയിപ്പുകൾ. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ജില്ലയിലെ തൊഴിൽ രഹിതരായ 18-നും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായി ജൂൺ 13 മുതൽ ആരംഭിക്കുന്ന വുമൺ ടൈലറിംഗ്, ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സൗജന്യ പരിശീലനത്തിനൊപ്പം ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും നൽകും. താൽപ്പര്യമുള്ളവർ ജൂൺ 12-ന് മുമ്പായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0481-230-3307 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ആലപ്പുഴ ജില്ലാ ഓഫീസിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 2024-25 അധ്യയന വർഷം LKG 1-ാം ക്ലാസ്സിൽ പുതുതായി പ്രവേശനം നേടിയ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രത്യേക ധനസഹായത്തിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ജൂൺ 30 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് 0477-22-41455 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. കയർ ബോർഡിന് കീഴിൽ ആലപ്പുഴ കലവൂരിൽ പ്രവർത്തിക്കുന്ന ദേശീയ കയർ പരിശീലന കേന്ദ്രത്തിൽ NSQF ലെവൽ 3 6 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ സാക്ഷരരാകണം. പ്രായം 18 വയസ്സിനും 50 വയസ്സിനും മധ്യേ. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രതിമാസം 3000 രൂപ സ്റ്റൈഫൻഡ് ലഭിക്കും. കോഴ്സ് ജൂലൈ 1-ന് ആരംഭിക്കും. അപേക്ഷകൾ ജൂൺ 21-ന് മുൻപായി അസിസ്റ്റന്റ് ഡയറക്ടർ, കയർ ബോർഡ്, ദേശീയ കയർ പരിശീലന കേന്ദ്രം, കലവൂർ PO ആലപ്പുഴ എന്ന വിലാസത്തിൽ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477-2258-067 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6590 രൂപ, പവന് 52,720 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.